സുന്ദർ പിച്ചെ ഗൂഗിളിനെ നയിക്കുന്ന ഇന്ത്യക്കാരൻ. ലോകത്തിലെ ഏറ്റവും ശക്തമായ ടെക് കമ്പനികളിലൊന്നായ ഗൂഗിളിന്റെ തലപ്പത്തിന്ന് ഒരു ഇന്ത്യക്കാരൻ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് തുടങ്ങി ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ടെക് നേതാക്കളിൽ ഒരാളായി മാറിയ വ്യക്തി. അതാണ് സുന്ദർ പിച്ചെ. ഒരു കാലത്ത് ഒരു ചെറിയ വീട്ടിൽ ടെക്നോളജിയുടെ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഈ യുവാവ് ഇന്ന് കോടിക്കണക്കിന് ആളുകളുടെ ഡിജിറ്റൽ ജീവിതത്തെ സ്വാധീനിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നു. എങ്ങനെയാണ് ഒരു സാധാരണ ഇന്ത്യൻ ബാലൻ ഗൂഗിളിന്റെ സിഇഒ ആയി മാറിയത്? അറിയാം സുന്ദർ പിച്ചയുടെ പ്രചോദനകരമായ യാത്ര. 1972 ജൂലൈ 12 തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് സുന്ദർ പിച്ചെ ജനിച്ചത്. അച്ഛൻ രഘുനാഥ പിച്ചെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അമ്മ ലക്ഷ്മി സ്റ്റീനോഗ്രാഫറായി ജോലി ചെയ്യുന്നു. സമ്പന്നമായ കുടുംബ പശ്ചാത്തലം ഇല്ലായിരുന്നെങ്കിലും വിദ്യാഭ്യാസത്തിനും അറിവിനും കുടുംബം വലിയ പ്രാധാന്യം നൽകി. ചെറുപ്പം മുതൽ തന്നെ സുന്ദറിന് ടെക്നോളജിയോടും മിഷനറികളോടും വലിയ താല്പര്യമുണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രശസ്തമായ IIT ഖരഗ്പൂരിൽ നിന്ന് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച അദ്ദേഹം പിന്നീട് അമേരിക്കയിലേക്ക് പോയി. അവിടെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ മാസ്റ്റേഴ്സ് പഠനം പൂർത്തിയാക്കി. തുടർന്ന് വാർട്ടൺ സ്കൂളിൽ നിന്ന് MBA നേടി. 2004 സുന്ദർ പിച്ചെ ഗൂഗിളിൽ ചേർന്നത്. അന്ന് അദ്ദേഹം ജോലി ആരംഭിച്ചത് വലിയൊരു പദവിയിലായിരുന്നില്ല. പക്ഷേ തന്റെ ചിന്താശേഷിയും പ്രശ്ന പരിഹാര കഴിവും കൊണ്ട് വളരെ വേഗം ശ്രദ്ധ നേടി. ഗൂഗിളിലെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകൾ ഒന്നായിരുന്നു ഗൂഗിൾ ക്രോം ബ്രൗസർ. അന്ന് ഇന്റർനെറ്റ് ബ്രൗസർ രംഗത്ത് വലിയ മത്സരം ഉണ്ടായിരുന്ന സമയത്ത് വേഗതയും സുരക്ഷയും മുൻനിർത്തി ക്രോം അവതരിപ്പിച്ചു. പിന്നീട് ക്രോം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബ്രൗസറുകളിൽ ഒന്നായി മാറി. ഗൂഗിളിലെ വിവിധ പ്രധാന വിഭാഗങ്ങൾ വിജയകരമായി നയിച്ച ശേഷം 2015 സുന്ദർ പിച്ചെ ഗൂഗിളിന്റെ സിഇഒ ആയി നിയമിതനായി. അതിനുശേഷം 2019 ഗൂഗിളിന്റെ മാതൃ കമ്പനിയായ ആൽഫബറ്റ് ഇന്ത്യയുടെയും സിഇഒ ആയി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് ടെക്നോളജി, ഡിജിറ്റൽ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സുന്ദർ പിച്ചയുടെ നേതൃത്വ ശൈലി വളരെ ശാന്തവും ചിന്താപരവുമാണ്. അദ്ദേഹം പലപ്പോഴും പറയുന്നത് വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത് നല്ല ടീമുകൾ ഉണ്ടാകുമ്പോഴാണ് എന്നതാണ്. ആരുടെയും അഭിപ്രായം കേൾക്കാനും പുതിയ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നു. ടെക്നോളജി മനുഷ്യരുടെ ജീവിതം എളുപ്പമാക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന കാഴ്ചപ്പാട്. ലോകത്തിന്റെ ഏറ്റവും വലിയ ടെക് കമ്പനികളിൽ ഒന്നിനെ നയിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. സ്വകാര്യത, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മത്സരങ്ങൾ, സർക്കാർ നിയന്ത്രണങ്ങൾ തുടങ്ങിയ നിരവധി വെല്ലുവിളികൾക്കിടയിലാണ് അദ്ദേഹം ഗൂഗിളിനെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ ശാന്തമായ സമീപനവും ദീർഘകാല ചിന്തയും അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ്. സുന്ദർ പിച്ചയുടെ കഥ ഒരു വ്യക്തിയുടെ വിജയകഥ മാത്രമല്ല, സ്വപ്നങ്ങൾ കാണുന്ന ഏത് സാധാരണ വിദ്യാർത്ഥിക്കും പ്രചോദനം നൽകുന്ന ഒരു യാത്രയാണ്. ചെന്നൈയിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ ടെക് സ്ഥാപനങ്ങളിൽ ഒന്നിന്റെ നേതാവായ സുന്ദർ പിച്ചെ തെളിയിച്ചത് ഒറ്റ കാര്യമാണ്: അവസരങ്ങൾ ലഭിക്കുന്നത് മാത്രം വിജയത്തിന് മതിയാകില്ല. അവയെ ഉപയോഗപ്പെടുത്താനുള്ള കഴിവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ലോകത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയും. ഇതാണ് സുന്ദർ പിച്ചയുടെ കഥ, ഒരു ഇന്ത്യക്കാരന്റെ ആഗോള വിജയം.